അഞ്ചാമത്തെ ദിവസം കഴിഞ്ഞ 4 ദിവസവും ചിന്തിക്കുമ്പോൾ അനേക വിപത്തുകൾ നിറയപ്പെട്ട മണിക്കൂറുകളായിരുന്നു. അനേകർ നമ്മേക്കാൾ ശ്രേഷ്ഠന്മാർ, നമ്മേക്കാൾ സമ്പന്നർ, വാചാതുര്യമുള്ളവർ, വിദ്യാസമ്പന്നരൊക്കെ ഈ ഭൂപരപ്പിൽ നിന്ന് മാറ്റപ്പെട്ട ദിവസങ്ങളും മണിക്കൂറുകളുമായിരുന്നു. എന്നാൽ ക്ഷേമത്തോടെ നമ്മെ അവിടെ ഇടങ്ങളിൽ, രാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ ഒക്കെ ദൈവം നമ്മെ പരിപാലിച്ചല്ലോ. അത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. മഹാരാജാവിൻ്റെ സന്നിധിയിൽ മഹത്വത്തോടെ, പ്രത്യാശയോടെ വചന കേൾവിക്കായി നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അല്പനിമിഷം ചിന്തയ്ക്കായി ഈ പ്രഭാതത്തിൽ കർത്താവ് തന്ന ദൂത് യോനയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. യോനാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: കപ്പൽക്കാർ ഭയപ്പെട്ടു, ഓരോരുത്തൻ തൻ്റെ ദേവനോട് നിലവിളിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഇന്ന് പകലും തന്നിരിക്കുന്നത്. വചനത്തിന് മുമ്പിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരാമല്ലോ. പ്രൈസ് ദി ലോർഡ്. നമുക്കിതിൻ്റെ പശ്ചാത്തലമൊക്കെ അറിയാം. യോനാ പ്രവാചകനോട് സ്വർഗത്തിലെ ദൈവം ഒരു അരുളപ്പാട് കൊടുത്തു: നീ ഒരു കാര്യം ചെയ്യുക, നീ നിനവേലിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് പറയുന്ന പ്രവചനങ്ങൾ, ദൂതുകൾ നിനവേൽ പട്ടണത്തിലേക്ക് എന്ത് ചെയ്യുക, അറിയിക്കണം. പ്രൈസ് ദി ലോർഡ്. 1-ാമത്തെ വാക്യം മുതൽ 4-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ നിനവേലേക്ക് അയക്കപ്പെട്ട യോന തർസീസിലേക്ക് ഓടിപ്പോകുന്ന കപ്പലിലേക്ക് അവൻ കയറുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണമേ, ദൈവം ശുശ്രൂഷ നൽകി പോകാൻ പറയുന്ന രാജ്യത്ത്, പട്ടണത്തിൽ പോകാൻ കഴിയാതെ അവൻ പൈസ കൊടുത്ത് തർസീസിലേക്ക് പോകുന്ന ഒരു യാത്രയാണ് നമ്മളിവിടെ കാണുന്നത്. സ്തോത്രം. യോന യാത്ര തിരിക്കുമ്പോൾ തന്നെ ദൈവം യോനയോട് പറഞ്ഞതല്ല യോന ചെയ്തത്. ദൈവപൈതലേ, ഇന്ന് പകലിൽ ഇതിനകത്തുനിന്നൊരു ദൂത് ഞാൻ എടുക്കട്ടെ. ദൈവാത്മാവ് എന്നോടത് പറയാൻ പറയുക. ദൈവം എന്നോടും നിങ്ങളോടും എന്താണോ കൽപ്പിക്കുന്നത് അത് ചെയ്യുക. പട്ടണത്തിൻ്റെ വലിപ്പമോ, വ്യക്തികളുടെ വലിപ്പമോ, അവരുടെ പദവികളോ, അവരുടെ വ്യക്തിപരമായ ജീവിതങ്ങളോ ഒന്നും പരിശോധിക്കേണ്ട കാര്യമില്ല. ദൈവം എന്താണോ പറയുന്നത് അത് ചെയ്യാൻ തയ്യാറാകുമ്പോഴാ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. ഇവിടെ ഈ പുസ്തകം BC 793-നും 753-നും ഈ പുസ്തകം എഴുതുമ്പോൾ ആരുമല്ല, ഇത് യോനാ പ്രവാചകൻ തന്നെയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഇതിലെ ഒത്തിരി ആൾക്കാരൊന്നുമില്ല. ഇതിലെ പ്രധാന വ്യക്തികൾ എന്ന് പറയുന്നത് യോന, കപ്പൽ പ്രമാണി, കപ്പൽക്കാർ, ഇത്രയും മാത്രമേ അതിനകത്തുള്ളൂ. കാരണം ഇവിടെ ഈ 5-ാമത്തെ വാക്യത്തിൽ കപ്പൽക്കാർ ഭയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എന്താ ഭയപ്പെടുന്നത്? ഇവരിൽ ആഴ്ചയിലും മാസത്തിലും ഒക്കെ അവർ യാത്ര തിരിക്കുകയാണ്. ഇതുവരയ്ക്കും അവരുടെ കപ്പലിലൊരു കൊടുങ്കാറ്റോ ഒരു പെരുങ്കാറ്റോ ഒന്നും അവർ സമുദ്രത്തിൻ്റെ ഇളക്കമോ സമുദ്രത്തിൻ്റെ കോപമോ ഒന്നും അവരുടെ യാത്രയിൽ ഇതുവരയ്ക്കും ബാധിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ആ കപ്പലിനകത്തുണ്ട്. നിരന്തരം യാത്ര ചെയ്യുന്നവരുണ്ട്. ഭാഗികമായിട്ട് യാത്ര ചെയ്യുന്നവരുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ തലങ്ങളിലൊക്കെ ഈ കപ്പലിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ അതിനകത്തുണ്ട്. അപ്പോൾ തന്നെ ഈ പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായും ശക്തമായും പറയുന്നത് യോനയ്ക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി: നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവേലിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. കണ്ടോ, ഇന്ന് പകലിൽ ചിലത് അറിയിക്കാൻ ദൈവം ചിലരെ തിരഞ്ഞെടുക്കുകയാണ്.
ദൈവാത്മാവ് ആരോടൊക്കെയോ ദൂത് പറയുന്നു. ദൈവം നിന്നോട് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇന്ന് പകൽക്കാലം തയ്യാറായാൽ ആ പട്ടണത്തെ വിടുവിപ്പാൻ നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ. യോനയ്ക്ക് നിനവേൽ പട്ടണത്തെ കുറിച്ച് നല്ലവണ്ണം അറിയാം. ആമേൻ. കേട്ട് കേൾവിയാലും അനേകർ തന്നോട് പറയപ്പെട്ടതൊക്കെ താനിങ്ങനെ മനസ്സിലിങ്ങനെ ഇട്ട് അതിനെ വളർത്തി. നമ്മളിങ്ങനെ ചിന്തിക്കാനുള്ള ഒരു സ്ഥലത്ത് നമ്മെ അയക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി നമ്മളെ ഒരു നിയോഗത്തോടെ ഒരാൾ വിളിക്കുമ്പോൾ നമ്മൾ ചോദിക്കുമല്ലേ പലരോടും, ഞാൻ ചോദിക്കും, ഇന്ന സ്ഥലത്ത് ഒരു ചർച്ച ഉണ്ടല്ലോ, ആമേൻ, അവിടെ എങ്ങനെയാ ശുശ്രൂഷകളൊക്കെ സന്തോഷമായി പോകുന്നൊക്കെ ഞാൻ ചോദിക്കുകയും ചെയ്യും. അപ്പോൾ അതുപോലെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു യോന ദൈവത്തിൻ്റെ ശബ്ദം കേട്ട ശേഷം ആ പട്ടണവുമായിട്ട് അല്ലെങ്കിൽ ആ നിനവേലുമായിട്ട് ബന്ധപ്പെട്ട ആരോടൊക്കെയോ താൻ ചോദിച്ചു, ഈ പട്ടണം എങ്ങനെയാണ്, അവിടുത്തെ ഇരിപ്പ് എങ്ങനെയാണ്, അവിടുത്തെ ജനം എങ്ങനെയാണ്, അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ എങ്ങനെയാണ്, ഇതെല്ലാം യോന ചോദിച്ചു കാണും. അതാണല്ലോ യോന നിലവിൽ പോകാത്തത്. ഓക്കെ, എങ്കിലും താൻ യാത്ര ചെയ്തു. പക്ഷെ യാത്ര ചെയ്ത കപ്പൽ മാറിപ്പോയി. അത് നിലവിലേക്ക് പോകത്തില്ല, അത് തർശീസിലേക്ക് പോകുന്ന കപ്പലാണ്. നോക്കിക്കേ, ആ കപ്പലിനകത്ത് തന്നെ യോന കിടക്കുക. ആമേൻ. ഈ കപ്പൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കപ്പൽ പുറപ്പെടുന്നതിന് തൊട്ട് മുൻപ്, പ്രൈസ് ദി ലോർഡ്, ഇതിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുക. കണ്ടോ, അവിടെ അതിൻ്റെ 3-ാമത്തെ വാക്യവും 4-ാമത്തെ വാക്യവും ഒക്കെ നിങ്ങൾ നോക്കിയേ. 4-ാമത്തെ വാക്യം പറയുന്നു, യഹോവയായ, നോക്കിക്കേ, യഹോവ സമുദ്രത്തിൽ എന്ത് ചെയ്തു? ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു. കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയ ഒരു കോളുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഈ കപ്പൽ തകർന്നു പോകുമെന്നൊക്കെ കപ്പിത്താന് മനസ്സിലായി. ഈ കപ്പൽ പോക്ക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഏതെങ്കിലും ഒരു വാഹനം അപകടത്തിൽപ്പെടും മുമ്പേ ചീട്ടിടത്തില്ല. പക്ഷേ ഇതിനകത്ത് ആമേൻ ചീട്ടിട്ടു. പ്രൈസ് ദി ലോർഡ്. ചീട്ട് വീണത്, 7-ാം വാക്യം, ചീട്ട് വീണത് ആർക്കെന്നറിയാമോ? യോനയ്ക്കാണ്. പ്രൈസ് ദി ലോർഡ്. യോനയ്ക്ക് ചീട്ട് വീണു. 8-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. 9-ാം വാക്യം 10-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദൈവപൈതലേ, ആമേൻ, ഹല്ലേലൂയ, യോനയോട് എവിടെ പോകാൻ ദൈവം പറഞ്ഞോ അവിടേക്ക് തന്നെ കൊണ്ടുപോകാൻ ആ കടലിനകത്ത്, പ്രൈസ് ദി ലോർഡ്, ഒരു വലിയ തിമിംഗലത്തെ ദൈവം സൃഷ്ടിച്ചാക്കിയിരിക്കുക. ഇന്ന് പകലിൽ യോനയുടെ പ്രാർത്ഥന, 2-ാമത്തെ അധ്യായത്തിൽ യോനയുടെ പ്രാർത്ഥനയാണ്. സ്തോത്രം. ആമേൻ. ഈ 2-ാമത്തെ അധ്യായത്തിൽ യോന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എവിടെ കിടന്ന് പ്രാർത്ഥിക്കുന്നു? യോന ഈ മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് കിടന്ന് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. വല്ല കാര്യമുണ്ടോ? അലക്കി തേച്ച കുപ്പായമൊക്കെ ഇട്ടുകൊണ്ട് നിനവേലിലേക്ക് പോകാൻ പറഞ്ഞ ആമേൻ മനുഷ്യൻ കിടക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ഇതാ വലിയ പ്രയാസത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കിടക്കുന്ന എവിടെയെന്നറിയാമോ? മത്സ്യത്തിൻ്റെ വയറ്റിൽ. ആമേൻ. താൻ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി. ഞാൻ പാതാളത്തിൻ്റെ, ആമേൻ, സ്തോത്രം, വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. കണ്ടോ, ദൈവം എത്ര ശാന്തമായല്ലേ ഇടപെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ അധ്യായത്തിലെ പ്രധാന വാക്യങ്ങൾ യോനയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, 9-ാമത്തെ വാക്യം, 4:2, 4:11. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് ദൂതുകളുണ്ട്, ദൈവം കൊടുത്ത ദൂതുകളുണ്ട്, പ്രവചനങ്ങളുണ്ട്, വാഴ്ത്തത്വങ്ങളുണ്ട്, ചോദ്യങ്ങളുണ്ട്, പ്രത്യേക ആജ്ഞകളുണ്ട്. ഇതെല്ലാം ഈ പുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നീ ഒരു മനുഷ്യൻ നിമിത്തം ചിലത് അയ്യം വിളിക്കുകയാണ്. നീ ദൈവസ്ഥലിൽ സറണ്ടർ ആയാൽ ചില നന്മകളും വാഴ്ത്തത്വങ്ങളും നിനക്ക് ദൈവം നൽകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇതിനകത്ത് ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടുമ്പോൾ, ദൈവകുഞ്ഞെ, നീ പലപ്പോഴും ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടും ആ ശബ്ദം തിരിച്ചറിയാതെ പിന്നെയും നീ സഞ്ചരിക്കുന്ന വ്യക്തിയാണോ? നിന്നോട് ദൈവ ആത്മാവെന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, തിരിഞ്ഞു വാ, നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്.
പ്രൈസ് വലിയ പദ്ധതി ഇതിനെ കുറിച്ചുണ്ട്. 3-ാം അധ്യായം 6-ാമത്തെ വാക്യം, അതിൻ്റെ 10-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. 4-ാം അധ്യായം 11-ാം വാക്യം. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞെ, ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ പ്ലാനും വലിയ പദ്ധതിയുമുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം പറയുന്നു, കപ്പൽക്കാർ ഭയപ്പെട്ടു, ഓരോരുത്തൻ തന്താൻ്റെ ദൈവത്തിനോട് നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഒരു വലിയ ദൈവസാന്നിധ്യം നമ്മുടെ മധ്യേ വ്യാപരിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണം. ആമേൻ. അഭിഷുദ്ധന്മാർ, അഭിഷുദ്ധമാർ, കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിച്ചാട്ട്. ആരാധനകളെ ദൈവം മാനിക്കണം. അത്ഭുതം ചെയ്യും. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.